നമസ്കാരം. യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മളെല്ലാവരും എത്ര നിസ്സാരരെന്ന് ബോധ്യപ്പെടുന്നത്. 13 ദിവസം മുമ്പ് കർണാടകയിൽ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ മണ്ണിടിഞ്ഞു വീണ് മലയാളിയായ ട്രക്ക് ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ള ഏതാനും പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവൻ. എന്നാൽ ആ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് 3-ാം ദിനമാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. വിലപ്പെട്ട ഈ മനുഷ്യജീവനുകളെ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചത് 3-ാം ദിനം. കരസേനയും നാവികസേനയും ദുരന്ത നിവാരണ സേനകൾ ഉൾപ്പെടെ എല്ലാ സേനകളും രംഗത്തിറങ്ങി തിരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാം വിഫലമായി പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരാളെ കാണാതായാൽ, അതും പ്രകൃതി ദുരന്തത്തിലൊക്കെ കാണാതായാൽ, അതിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വിദഗ്ധൻ എന്ന് പറയപ്പെടുന്ന ഏതോ ഒരു കൂടിയ മേജർ ജനറലിനെ തിരച്ചിൽ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരോടും ആജ്ഞാപിക്കുകയാണ്, അഡ്വാൻസ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ഒബ്ജക്ട് ഡിറ്റക്ടർ കൊണ്ടുവരട്ടെ എന്ന്. ഉപകരണം ഡൽഹിയിൽ നിന്നും ഗോവ വഴി പുഴയോരത്തെത്തിക്കുകയും ചെയ്തു. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് അതിൽ ബാറ്ററി ഘടിപ്പിച്ചിട്ടില്ലെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹി നോയിഡയിൽ നിന്ന് ബാറ്ററി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ ബാറ്ററി പ്ലെയിനിനകത്ത് കയറ്റാനൊക്കാത്തത് കൊണ്ട് 1.5 ദിവസം എടുത്തു. ട്രെയിനിലായിരുന്നു ബാറ്ററി എത്തിയത്. എത്ര സമയമാണ് ഇവിടെ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. കഴിഞ്ഞിട്ടില്ല. ശേഷം ബാറ്ററി ഘടിപ്പിച്ച ഡ്രോൺ യന്ത്രം പുഴയുടെ മുകളിലൂടെ കുറച്ചു സമയം പറത്തി കളിച്ചിട്ട് എല്ലാവരോടും ആജ്ഞാപിക്കുന്ന ഈ മാന്യനായ മേജർ ജനറൽ പറയുകയാണ്, ഈ ഡ്രോൺ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പുഴയുടെ 2 വശങ്ങളിലെ കരകളിലും ബന്ധിപ്പിക്കുന്ന പോൺടൂൺ പാലം കൊണ്ടുവാ എന്നായി അടുത്തത്. എന്നാൽ പാലം കൊണ്ടുവന്നപ്പോൾ ദേശീയപാതയിലെ റെയിൽവേ ലെവൽ ക്രോസിലൂടെ കൃത്രിമ പാലം കടത്താനാവില്ലെന്നുള്ളതായി അവസ്ഥ. സേനകളുടെയും ആയുധങ്ങളുടെയും നീക്കങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പാലമാണിത്. പക്ഷേ ദേശീയപാതയിലൂടെ ഒരു സൈക്കിൾ പോലും ലോറിയിൽ കടത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലായിടത്തും പ്രതിസന്ധികൾ കൂടുതലാകാൻ തുടങ്ങിയപ്പോൾ ഫൈബർ ഗ്ലാസ് ചങ്ങാടം കൊണ്ടുവാ എന്നായി അടുത്ത ആജ്ഞാപനം. എന്നാലോ അതും വിഫലമായി. വിലപ്പെട്ട ജീവശ്വാസങ്ങൾ പുഴകളുടെയൊക്കെ ആഴങ്ങളിൽ ഒരു ചെറു ശ്വാസത്തിനു വേണ്ടി കേണപേക്ഷിക്കുമ്പോഴാണ് ദിവസങ്ങൾ നീളുന്ന ഇവരുടെ പരീക്ഷിച്ചു നോക്കുന്ന പൊറാട്ട് നാടകങ്ങൾ. ഇതിനിടെ അർജുനൊപ്പം ലോറി പുഴയിൽ അമർന്ന് 4 ഭാഗങ്ങൾ കടുപ്പിച്ചെന്നാണ് അന്വേഷണ സംഘ തലവൻ പറയുന്നത്. പാവം ഒരു മുങ്ങൽ വിദഗ്ധനുണ്ട്, ഈശ്വർ മാൽപേ. പല പ്രാവശ്യം അദ്ദേഹം ഗംഗാവലിയുടെ ഏറ്റവും മടിത്തട്ടിൽ ജീവൻ പണയം വെച്ച് മുങ്ങിത്തപ്പി അർജുനെ തിരഞ്ഞിരുന്നു. എന്നാൽ അവിടെയെല്ലാം കണ്ടത് കുറെ കമ്പികളും വയറുകളും മാത്രമായിരുന്നു. ഒരു ന്യായവാദത്തിന് വേണ്ടി ലോറി അവിടെ തന്നെ കാണുമെന്നാണ് അന്വേഷണ സംഘങ്ങൾ പറയുന്നത്. ഈശ്വർ പിന്നെയും മുങ്ങി അന്വേഷണ വിദഗ്ധർ ലോഹഭാഗമുണ്ടെന്ന് സ്ഥിരീകരിച്ച ഇടങ്ങളിൽ കണ്ടെത്തിയത് വെറും തടിക്കഷ്ണങ്ങൾ മാത്രമായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സേനയുടെ കഴിവുകൾ. ഭയങ്കരം തന്നെ. അർജുന്റെ അമ്മ സങ്കടം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു പോയിരുന്നു, ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അഭിമാനമായിരുന്നു എനിക്ക് എന്ന്. പക്ഷേ ഷിരൂരിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സംഘപരിവാർ സൈബർ ഈച്ചകൾ ഒരുമിച്ച് തന്റെ മകൻ ജീവിച്ചിരിക്കുകയാണോ മരിച്ചോ എന്നറിയാത്ത വിങ്ങിപ്പൊട്ടുന്ന അമ്മയെ അവർ കടന്നാക്രമിക്കുകയായിരുന്നു. ആ അമ്മയെ അവർ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. 13-ാം ദിവസം ഇന്നലെയും തിരച്ചിൽ വിഫലമായതോടെ എല്ലാം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനെല്ലാം ഇടയിൽ ചില മലയാളം ചാനലുകൾ നടത്തിയ റിപ്പോർട്ടിംഗ് നമ്മെ ഏറെ ലജ്ജിപ്പിക്കുന്നതാണ്. സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഇരുന്ന് തത്സമയ റിപ്പോർട്ടിംഗ്. പശ്ചാത്തലം ഗംഗാവലി പുഴയോരമൊരുക്കി ചാനൽ മേധാവിയുടെ ചിത്രം മോർഫ് ചെയ്ത് ചേർത്തുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ കലാപരിപാടി. കേരളത്തിന് പുറത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പണ്ട് തമിഴ്നാട് പട്ടന്മാരൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് പോലെ അന്ത ഹോളിലെ സ്നേക്ക് ഇருக்கு അവൻ ജമ്പ് ചെയ്ത് ബൈറ്റ് പണിയാൽ ഡെത്ത് ഷുവർ ആകും എന്നൊക്കെ. അത്തരത്തിലുള്ള ആ രീതിയിലൊക്കെയുള്ള ഇംഗ്ലീഷ് റിപ്പോർട്ടിംഗ് നടത്തുന്ന മലയാളി ചാനൽ മനുഷ്യത്വരഹിതമായിട്ടേ കൂട്ടി വായിക്കാൻ കഴിയുകയുള്ളൂ.